ഇത് കൊടുക്കാൻ തോന്നിയ അല്ലെങ്കിൽ ഇത് തന്ന ആരെങ്കിലും ഉണ്ടോ? ഈ അടുത്ത് റോസ് കിട്ടിയ ഞാൻ പറയാം. എന്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് എല്ലാവരും കുറെ പേര് റോസ് തന്നിരുന്നു. എനിക്ക് പ്രണയാർദ്രമായി ഇത് തന്ന ആരെങ്കിലും ഉണ്ടോ? കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? പ്രണയാർദ്രമായി ഇത് ഞാൻ ഒരാൾക്കേ കൊടുത്തിട്ടുള്ളൂ. അതാർക്കായിരുന്നു? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പയ്യന്. അപ്പം ഇങ്ങോട്ട് സ്വീകരിച്ചോ അതോ ആ വഴിക്ക് പോയോ? പിന്നെ സ്വീകരിക്കാണ്ട് സ്വീകരിച്ചു. നമ്മൾ സ്വീകരിക്കില്ലെന്ന് അറിഞ്ഞിട്ടല്ലേ കൊടുക്കുള്ളൂ. അല്ലാതെ നമ്മൾ റിസ്ക് എടുക്കാൻ നിൽക്കുന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആ പ്രണയബന്ധം നന്നായിട്ട് പോയി കുറെ കാര്യം. എന്ത് സംഭവിച്ചു? നിങ്ങൾ മ്യൂച്വലി ഞങ്ങൾ പിരിഞ്ഞു. ഇത് വെച്ച് തരാൻ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും തലയിൽ വെച്ച് തന്നിട്ടുണ്ടോ? ഇന്ന് ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും പ്രിയനെ ഒരു വഴിക്കാകും. മുല്ലപ്പൂ അമ്മ ഒന്നും ഏക്കണില്ല കേട്ടോ. ഒത്തില്ല, ഒന്നും ഏക്കുന്നില്ല. അമ്മ വെച്ച് തന്നിട്ടുണ്ട്, അല്ലാതെ വേറെ ആരും വെച്ച് തന്നിട്ടില്ല എന്റെ തലയിൽ. ഏതായാലും ഇതൊന്നും നടക്കുന്നില്ല. ഇത് പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിക്കുകയോ ചെയ്തു. ഇതെല്ലാം പ്രിയനെ വെച്ച് ഫാൻസി ഡ്രസ്സിന് ഒരുക്കിയിട്ട് ഞങ്ങൾ വിടുന്നുള്ളൂ. ഓക്കെ, ഇതുപോലെ ആരെങ്കിലും വെള്ളം കുടിപ്പിച്ച സന്ദർഭങ്ങളുണ്ടോ? ഇപ്പൊ വീണ എന്നെ വെള്ളം കുടിപ്പിച്ചോണ്ടിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു നേരെ തിരിച്ചാണ്. ഞാൻ വെള്ളം കുടിച്ചോണ്ടിരിക്കുക. എന്ത് ചോദിച്ചാലും ഇങ്ങനത്തെ മറുപടികൾ മാത്രമേ തരുന്നുള്ളൂ. ഇഷ്ടായി. നമ്മുടെ വിനീത് ശ്രീനിവാസൻ ഹൃദയത്തിലൂടെ പൊട്ടിനെ ഭയങ്കരമായിട്ട് അങ്ങ് സ്നേഹിച്ചായിരുന്നു. വീണ അതൊന്നും വെപ്പിക്കല്ലേട്ടോ. എന്നാ മേടിക്കുമ്പോ ഒരു ചെറിയ സൈസ് സാധനം മേടിച്ചോടെ. ഇതൊരുമാതിരി ഇതിലും ചെറുത് ഞങ്ങൾക്ക് കിട്ടിയില്ല. അതുകൊണ്ടാ ഇത്. മോളെ, പൊട്ട് വെച്ച് ആരെങ്കിലും കാണാൻ പോയിട്ടുണ്ടോ? പൊട്ട് വെച്ച് ആരെയും കാണാൻ പോകണ്ട. അതായത് ഇങ്ങനെ ഭയങ്കര സ്നേഹം. നമ്മള് ആ സിനിമ പറഞ്ഞ പോലെ. ഞാൻ മറന്നു. നല്ല ചോദ്യം. ഏതോ പൊട്ട് വെച്ചിട്ട് ആരെയും കാണാൻ പോയിട്ടോ? ഭയങ്കര സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒരാളെ, ഒരു സ്പെഷ്യൽ സമ്മൺ. എന്നെ കൊല്ലങ്ങട്. ഇത് വയ്ക്കാൻ ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്റെ സ്റ്റൈലിസ്റ്റ് എന്തെങ്കിലും പറഞ്ഞല്ലേ? സ്റ്റൈലിസ്റ്റ് ആരാണ്? പേര് പറഞ്ഞോ നമുക്ക്? വിജി ചേച്ചി എന്നോട് ക്ഷമിക്കണം. വിജി ചേച്ചി എന്നോട് ക്ഷമിക്കണം. എന്നിൽ ഉറങ്ങി കിടന്ന മറ്റൊരു സ്റ്റൈലിസ്റ്റ് ആണ് ഈ കാണുന്നത്. നല്ല സുന്ദരിയായിട്ടുണ്ടടാ. നന്ദി. ആ കണ്ണട കൂടെ വെക്കാം. അപ്പൊ അടിപൊളിയാ. ഇവിടെ വിഷം കെട്ടിക്കാണല്ലേ? അതും ആ കണ്ണടയും കൂടെ ഒന്ന് വെക്കോ? പൊട്ടൊക്കെ കാണും. ഇനി മുല്ലപ്പൂ കൂടെ വെച്ച്. അപ്പൊ നമ്മുടെ ഇന്റർവ്യൂ ഇവിടെ സക്സസ്ഫുൾ ആയി തീർന്നിരിക്കുന്നു. ഇത് കഴിഞ്ഞ പ്രിയനെ എവിടെയും കാണുന്നതായിരിക്കില്ല. പ്രിയ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്. അറിയാം. ഈ പൂവും കൂടെ ഒന്ന് മേടിക്കോ? സ്റ്റൈലിസ്റ്റ് വീണ.